RC കോൺഗ്രസ് മുറിച്ചിട്ട കോൺഗ്രസ് ആണ്, മനസ്സിലായില്ലേ? അപ്പൊ ഞങ്ങളെല്ലാം അങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ഒന്നും ഉണ്ടാവില്ല. RC എന്താഗ്രഹിക്കുന്നു അതുണ്ടാവും. അതൊക്കെ പാർട്ടി ഹൈക്കമാൻഡ് ഫൈനലായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളി ഡിമാൻഡ് അംഗീകരിക്കുന്ന ആളായിട്ടാണോ നിങ്ങൾ വെച്ചിരിക്കുന്നത്? പുള്ളി അങ്ങനെ ബാർഗൈൻ ചെയ്തിരുന്ന സാധനം വാങ്ങിച്ചിട്ടുണ്ടോ കോൺഗ്രസിൽ? നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. രമേശ് ചെന്നിത്തലയെ പോലെ ഏറ്റവും ഉന്നതനായിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവ്, ഞങ്ങളെല്ലാം നഷ്ടത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്നതിൽ പങ്കുവച്ച ആളാണ് ഈ പദവികളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പാർട്ടിയിൽ വിലയുണ്ടാവും, സംശയം വേണ്ട, അതിനകത്തൊരു സംശയം വേണ്ട. ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്നിട്ടല്ലേ മുന്നോട്ട് പോകുള്ളൂ. അതിനകത്ത് എല്ലാവരെയും സന്തോഷമാക്കിയിട്ടേ പാർട്ടി ലീഡർഷിപ്പ് തീരുമാനം എടുക്കുള്ളൂ. നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? ലിസ്റ്റ് തരേണ്ടത്. ലിസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുമല്ലോ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പം എങ്ങനെ ഞാൻ പറയാൻ പറ്റുന്നത്? അത് പാർട്ടി ലിസ്റ്റ് പോകണം, പാർട്ടി പ്രസിഡന്റും കൂടെ അംഗീകരിക്കണം, നല്ലേ പറ്റുള്ളൂ. ഓക്കെ, RC മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന മറ്റു ചിലരും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ഞാൻ എന്നും ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയല്ലേ. അപ്പൊ എന്നും കോൺഗ്രസിൻ്റെയോടൊപ്പം അല്ലെ, കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്ന ഒരാളാണ്. ഐ എം ആൾവേസ് എ ട്രൂ കോൺഗ്രസ്മാൻ. അത് മാത്രമേ എനിക്ക് പറയാം. നിലവിലെ ചർച്ചകളിൽ അങ്ങ് തൃപ്തനാണോ? നിലവിലെ ചർച്ചകളിൽ തൃപ്തനാണ് എന്ന കാര്യത്തിന് അദ്ദേഹം ഒരു ചിരിയാണ് മറുപടിയായി നൽകിയിട്ടുള്ളത്. KC വേണുഗോപാൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത് എന്താണ് രമേശ് ചെന്നിത്തല ആഗ്രഹിച്ചത് അതുണ്ടാകുമെന്നാണ്. പക്ഷേ കൃത്യമായൊരു വിട്ടുപറച്ചൽ ഇരു നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ നടക്കുമെന്ന് പറയുമ്പോൾ ഒരു മന്ത്രിസ്ഥാനം നൽകാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടോ എന്നത് അറിയേണ്ടതുണ്ട്. രജീഷ് നരിക്കുനി ചേരുന്ന വിശദാംശങ്ങൾ നൽകാൻ. രജീഷ്, നേതാക്കളൊന്നും വിട്ടുപറഞ്ഞിട്ടില്ല, അത് പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ ഇരുവരുടെയും പ്രതികരണത്തിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? നമുക്കറിയാം VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയ സാഹചര്യമല്ല എന്നുകൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുന്നു, തിരിച്ചു പോകുമ്പോൾ സന്തോഷിച്ചാണ് പോകുന്നത്. നേരത്തെ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാകും. ഒപ്പം തന്നെ KC വേണുഗോപാൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. RC എന്താണ് ഉദ്ദേശിച്ചത് അത് ഉണ്ടാകും, അല്ലെങ്കിൽ ആഗ്രഹിച്ചത് നടപ്പിലാക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഹൈക്കമാൻഡ് അടക്കം അനുകൂലമായ നിലപാട് ഉണ്ടാകുമോ, ഹൈക്കമാൻഡ് അനുകൂല നിലപാട് ഉണ്ടാകുമെന്നൊരു സൂചന ഇതുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ RC ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു മന്ത്രിസ്ഥാനം ഉണ്ടാകും. ആഭ്യന്തര വകുപ്പിന് പുറമെ തന്നെ ഒരു മന്ത്രിസ്ഥാനം കൂടി ഒരു RC ഗ്രൂപ്പിന് കിട്ടാനാണ് സാധ്യത എന്നാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഹാപ്പിയാണോ എന്ന ചോദ്യത്തിന് ഒരു ചിരിച്ചുള്ള ഒരു മറുപടി മാത്രമാണ്, ഒരു പുഞ്ചിരി മാത്രം മറുപടി നൽകിക്കൊണ്ടാണ് RC ഇവിടെ നിന്നും അകത്തേക്ക് കയറി പോയിരിക്കുന്നത്. എന്തായാലും ഒരു പോസിറ്റീവായ ഒരു കൂടിക്കാഴ്ചയാണെന്ന് കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടിയിരിക്കുന്നു. അനുകൂലമായ നിലപാട് ഉണ്ടാകുമെന്നൊരു സൂചന ഒരുപക്ഷെ RCക്ക് ലഭിച്ചിട്ടുണ്ടാകും. അതായിരിക്കാം ഒരുപക്ഷെ പുറത്തു വന്ന് ഇരുവരും ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ട് ഒരു പുഞ്ചിയോട് കൂടി പിന്നീട് അകത്തേക്ക് പോകുന്നത്. എന്തായാലും ഒരു പോസിറ്റീവ് ഉത്തരമുണ്ടായി എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ജിന, സാധാരണ അദ്ദേഹത്തിന്റെ ചിരിയിൽ നിന്നും അതാണ് വ്യക്തമാകുന്നത്. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയാണ് മാധ്യമങ്ങളെ കണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. രജീഷ്, അങ്ങനെയാണെങ്കിൽ ഇനി ആരെയായിരിക്കും ആ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള ഒരു സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ചില സൂചന നമുക്ക് ലഭിക്കുമ്പോൾ അത് ആരെ പരിഗണിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്? ഇതിൽ ഏറ്റവും പ്രധാനമായും ഒരുപക്ഷെ അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ, ഒപ്പം തന്നെ PJ വിനോദ്, ജ്യോതികുമാർ ചാമക്കാല തുടങ്ങിയ പേരുകൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട RC മുന്നോട്ട് വെച്ചത്. ഇവരിൽ ആർക്കെങ്കിലും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സീനിയോറിറ്റി നോക്കുകയാണെങ്കിൽ പക്ഷേ IC ബാലകൃഷ്ണനോ അല്ലെങ്കിൽ അൻവർ സാദത്തിനോ ഒരുപക്ഷെ ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ PJ വിനോദിൻ്റെ പേരും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കണം, ആര് എന്നത് പിന്നീടായിരിക്കും തീരുമാനിക്കുക. എന്തായാലും RC ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു മന്ത്രിസ്ഥാനം നൽകാൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ആ നിർണായക കൂടിക്കാഴ്ച, അതായത് KC വേണുഗോപാൽ വന്ന് നടത്തിയ നിർണായക കൂടിക്കാഴ്ച ഫലം കണ്ടു എന്ന് കൂടി നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയും. അതിൽ ഒരു പോസിറ്റീവായ റിപ്ലൈ ഉണ്ടായിരിക്കുന്നു. ഇനി ഒരു പക്ഷേ ഇപ്പോൾ KC വേണുഗോപാലുമായി നടത്തിയ RCയുമായി നടത്തിയ കൂടിക്കാഴ്ച KC വേണുഗോപാൽ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കും. അതിനുശേഷമായിരിക്കും അന്തിമമായ തീരുമാനത്തേക്ക് ഒരുപക്ഷെ എത്താൻ സാധ്യത. എന്തായാലും നിലവിൽ ഒരു നോ പറച്ചിലില്ല എന്നുകൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് പറയാം. ജിന.